ഫ്രണ്ട്സ്, ഏവർക്കും കുഞ്ഞുമോൾസ് നാടൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പിക്കിളാണ് ഉണ്ടാക്കുന്നത്. കോവയ്ക്ക വെച്ച് ഒരു പിക്കിള്. അതിന് ആവശ്യമായ കോവയ്ക്ക ഞാനിവിടെ ഇതുപോലെ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ്. 1 മണിക്കൂർ ഉപ്പിട്ട് വെച്ചതാണ്. മറ്റ് ചേരുവകൾ: വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി മുളക്, ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കറിവേപ്പില, വിനീഗർ തിളപ്പിച്ച് ആറിച്ചെടുത്തതാണ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇനിയും ഇതിന് ഉപയോഗിക്കുന്നത്. വിശദവിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ പാത്രത്തിൽ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനിയും അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കും. ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, കരിയാപ്പില ഇതെല്ലാം നന്നായി വഴന്നു കൊണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തീ കുറച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതിലെ പൊടികളെല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇടാം. കുറച്ച് ഉപ്പിട്ട് ഇളക്കി വെച്ചിരിക്കുന്നതാണിത്. അതുകൊണ്ട് ഉപ്പിനി നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനിയും ഉപ്പും വിനാഗിരിയും കൊണ്ട് തിളപ്പിച്ചതാണിത്. ഇത് കൂടെ ഒഴിച്ച് ഇളക്കി ഓഫ് ചെയ്യും. കോവയ്ക്കായെന്ന് ആവശ്യം പോലെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കുകയില്ല. ഇവിടെ കോവയ്ക്ക പിക്കിള് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോഴേക്കും ഇതെല്ലാം നല്ലതുപോലെ മസാലയെല്ലാം പിടിച്ചിരിക്കും. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.